ജീവിതത്തിൽ വിജയിക്കാൻ വലിയ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യണമെന്നില്ല. എന്നാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അതിനായി ചെറിയൊരു അറിവ് ആവശ്യമാണ്, ചെറിയൊരു മാജിക്ക് ആവശ്യമാണ്. നമ്മുടെ മനസ്സാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും കാരണമായി നിലനിൽക്കുന്നത്. ഏതു വേണ്ട, ഏതു വേണം, എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിൽ തന്നെയാണ് ജീവിത വിജയത്തിനുള്ള ഉത്തരവുമുള്ളത്. അത് മനസ്സിലാക്കുന്നതിനായി മനസ്സിൻ്റെ രണ്ടവസ്ഥകളായ ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള വ്യത്യാസം അറിയണം. ഇതൊരു വലിയ വിഷയമാണ്, ഇതൊന്നും എനിക്ക് പറ്റില്ല എന്ന് ഒരിക്കലും നാം ചിന്തിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ മനുഷ്യരായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ആർക്കും മനസ്സിലാകും. അത് മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ ഏത് കാര്യവും നേടിയെടുക്കാം, വിജയിപ്പിക്കാം. വളരെ ലളിതമായി നമുക്കത് മനസ്സിലാക്കാം. അതിനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷയിലെ ലെസൺസ് മനസ്സിലാക്കുന്നതിന് മിക്കവാറും കുട്ടികൾക്ക് കുറച്ച് പ്രയാസം അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ ഭാഷയല്ല എന്നതാണ് കാരണം എന്നൊക്കെ പറയുമെങ്കിലും പരീക്ഷയ്ക്ക് അത് കൂടിയേ തീരൂ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുന്നതിനായി ചില വഴികൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. പ്രധാനമായി 2 രീതികൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഒന്ന്, അതിൻ്റെ മീനിങ് മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിച്ച് മനസ്സിലാക്കി വെക്കും. എന്നാൽ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും അതിന് കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ളവർ സാധാരണയായി ചെയ്യുന്നത് നിരന്തരമായി ഒരു ഭാഗം ആവർത്തിച്ചു വായിക്കും, അല്ലെങ്കിൽ ആവർത്തിച്ച് എഴുതി നോക്കും. മലയാള ഭാഷയിലെ പദ്യങ്ങൾ പഠിക്കുന്ന രീതിയും ഏതാണ്ടൊക്കെ ഇങ്ങനെയാണ്. അതിൻ്റെ മീനിങ് നമുക്ക് അറിയണമെന്നില്ല. എന്നാൽ ആവർത്തിച്ചുള്ള വായനയിലൂടെ ആ കവിത നമ്മൾ പഠിച്ചിരിക്കും. അത് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുകയും നല്ല മാർക്ക് വാങ്ങി വിജയിക്കുകയും ചെയ്യും. അപ്പോഴും അതിൻ്റെ മീനിങ് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ടാകണമെന്നില്ല. ഒരു പക്ഷേ നമ്മൾ എത്ര വളർന്നാലും ഈ പദ്യം നമ്മൾ മറക്കുകയുമില്ല. ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മയിലെത്തും. ഇവിടെയാണ് വിജയിക്കാൻ കഴിയും എന്ന് പറഞ്ഞതിൻ്റെ ടേണിംഗ് പോയിന്റ് വരുന്നത്. 2 ചോദ്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഒന്ന്, എന്തുകൊണ്ട് ആവർത്തിച്ചു പഠിച്ച ഭാഗങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുന്നില്ല? മറ്റൊന്ന്, എങ്ങനെയാണ് നമ്മൾ ആ കവിത അല്ലെങ്കിൽ ആ വിഷയം മനസ്സിൽ ഉറപ്പിച്ചത്? ഈ 2 കാര്യങ്ങളുടെയും ഉത്തരമാണ് മനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള വ്യത്യാസം. അതെന്താണെന്ന് നോക്കുമ്പോൾ, ഒരു കാര്യത്തെ സ്വീകരിക്കുന്ന സമയത്ത്, അത് കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ മനസ്സ് മാത്രമാണ് അതിനെ സ്വീകരിക്കുന്നത്. ആ മനസ്സിനെയാണ് ബോധമനസ്സ് എന്ന് വിളിക്കുന്നത്. ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിച്ചത് ബോധമനസ്സുകൊണ്ട് സ്വീകരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. എന്നാൽ രണ്ടാമതായി ഒരു കാര്യം കൂടെ അവിടെ നടന്നു. പരീക്ഷയ്ക്ക് ഇത് ആവശ്യമാണ് എന്ന തോന്നലുണ്ടായി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് പഠിച്ച ഭാഗം സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് എന്ന്. അവിടെ നമ്മൾ ചെയ്തത് അറിഞ്ഞ കാര്യത്തെ ഒന്നുകൂടെ വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒന്നുകിൽ ആ പാഠഭാഗം ആവർത്തിച്ചു വായിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ ഭാഗത്തെ മനസ്സിൽ വിഷ്വൽ ചെയ്തിരിക്കണം. അതായത് ആ കാര്യത്തെക്കുറിച്ച് മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെടുത്തിയിരിക്കണം. ഈ 2 പ്രക്രിയകളിലൂടെ ആദ്യം നമ്മൾ ബോധമനസ്സിലേക്കെടുത്ത ആ കാര്യം ഉപബോധ മനസ്സ് ഏറ്റെടുക്കും. ബോധമനസ്സിലൂടെ ഒത്തിരി കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കാലക്രമേണ മറ്റു കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നു നിറയുമ്പോൾ ആദ്യം കണ്ടതും കേട്ടതും പലതും മറന്നു പോവുകയും ചെയ്യും. എന്നാൽ ഉപബോധ മനസ്സിലേക്ക് എത്തിയ ഒരു കാര്യം ഒരിക്കലും മറക്കില്ല. അതാണ് ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമ്മൾ ചെയ്തത് ഒരു കാര്യത്തെ അനേകം തവണ ആവർത്തിച്ചു പറഞ്ഞു പഠിച്ചു എന്നതാണ്. അപ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം, ആവർത്തിക്കുന്നതെന്തും നമുക്ക് മറക്കാൻ കഴിയില്ല. മറക്കാൻ കഴിയാത്തതെല്ലാം ഉപബോധ മനസ്സിലുള്ളത് കൊണ്ടാണ് എന്ന സത്യം. മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. നമ്മളൊരു സിനിമ കാണുമ്പോൾ സിനിമയുടെ എല്ലാ രംഗങ്ങളും നമ്മൾ ഓർക്കാറില്ല. എന്നാൽ ചില രംഗങ്ങൾ വർഷം എത്ര കഴിഞ്ഞാലും ഓർത്തുകൊണ്ടേയിരിക്കും. അത് കോമഡിയോ ഗൗരവമുള്ള രംഗങ്ങളോ എന്തായാലും. അങ്ങനെ ഓർക്കാൻ കഴിയുന്നെങ്കിൽ അത് ഉപബോധ മനസ്സിൽ കയറിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ ആ രംഗം ആവർത്തിച്ച് നമ്മൾ കണ്ടിട്ടില്ല, മാത്രമല്ല അതിനെക്കുറിച്ച് പരീക്ഷയ്ക്ക് പഠിച്ചതുപോലെ ഗൗരവമായി എടുത്തിട്ടുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഉപബോധ മനസ്സിൽ ഈ കാര്യങ്ങൾ കടന്നുകൂടിയത് എന്ന ചോദ്യം വരാം. അത് വൈകാരികമായ ഒരു സംഭവമായതുകൊണ്ടാണ്. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വൈകാരിക അനുഭവങ്ങളെ ഉപബോധ മനസ്സ് ഏറ്റെടുക്കും. അതായത് അമിതമായ സന്തോഷം തരുന്നത്, അമിതമായ ദുഃഖമുണ്ടാക്കുന്നത്, ഏത് സംഭവമായാലും അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കയറും. അത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അതിൻ്റെ ഫലത്തെ നൽകുകയും ചെയ്യും.
പഠിച്ച ഭാഗം പരീക്ഷയ്ക്ക് വിജയം തന്നതുപോലെ സന്തോഷം ആഗ്രഹിക്കുന്ന സമയത്ത് കോമഡിയായി കണ്ടത് സന്തോഷമെന്ന ഫലത്തെ തരും. വൈകാരിക അനുഭവം എന്ന് പറഞ്ഞിടത്ത് ഒന്നും നമ്മൾ ആവർത്തിച്ചിട്ടില്ല. എന്നാൽ എങ്ങനെയാണ് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് വളരെ സിമ്പിളായി കയറിക്കൂടിയത്? ആ സിനിമയിലെ കോമഡി കാണുന്ന സമയം നമ്മൾ പൂർണ്ണമായും മറ്റെല്ലാം മറന്നുകൊണ്ട് ആ വിഷയത്തിൽ മാത്രം മുഴുകിയതുകൊണ്ടാണ്. ഇതേ രീതി തന്നെയാണ് പ്രാർത്ഥനയിലും സംഭവിക്കുന്നത്. പ്രാർത്ഥനയിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തെക്കുറിച്ച് അഗാധമായി ചിന്തിക്കുന്നു. അത് സ്നേഹത്തിനു വേണ്ടിയാണെങ്കിലും പണത്തിനു വേണ്ടിയാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും. ഒടുവിൽ നമ്മൾ പറയും, എൻ്റെ പ്രാർത്ഥന ഫലിച്ചു, ദൈവം എൻ്റെ വിളി കേട്ടിരിക്കുന്നു. അതെ, സത്യം അതാണ്. നമ്മൾ പൂർണ്ണമായും ആ വിഷയത്തിലായതുകൊണ്ടാണ്. ഇതേ രീതിയിൽ നമ്മുടെ എന്താഗ്രഹവും ഉപബോധ മനസ്സിനെ ഏൽപ്പിക്കാം. അത് വിജയമാക്കി തിരികെ തരും. അത് പണമാണെങ്കിൽ പോലും. കുറച്ച് ക്യാഷ് വേണം എന്ന് ആവർത്തിച്ച് പറയുകയോ അല്ലെങ്കിൽ പണം ഉപയോഗിച്ച് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചൊരു വിഷ്വൽ, ഒരു ചിത്രം മനസ്സിൽ രൂപപ്പെടുത്തുകയോ അതിനെക്കുറിച്ച് ഗൗരവമായി നിരന്തരം ചിന്തിച്ചാലും മതി. അത് വിജയത്തിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ നിരന്തരം എന്ന വാക്കാണ് പ്രധാനം. അത് പ്രത്യേകം ഓർക്കുക. ഇത് ആകർഷണ നിയമമാണ്. കോൺഷ്യസ് മൈൻഡിൻ്റെയും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെയും, അതായത് ബോധ മനസ്സിൻ്റെയും ഉപബോധ മനസ്സിൻ്റെയും ഒരു മാജിക്കാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ബോധമനസ്സിന് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ശരിയും തെറ്റും കണ്ടെത്താനും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും കഴിയും. എന്നാൽ ഉപബോധ മനസ്സിന് ഇത് രണ്ടും സാധ്യമല്ല. ഉപബോധ മനസ്സ് ചെയ്യുന്നത് മനസ്സ് നൽകുന്ന കാര്യത്തെ സൂക്ഷിക്കലും അതിനെ വിജയത്തിലേക്ക് എത്തിക്കലുമാണ്. ആയതിനാൽ നല്ല കാര്യങ്ങൾ മാത്രം ഉപബോധ മനസ്സിന് നൽകുക. ഇവിടെ നമുക്ക് ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊന്നും നമുക്ക് കഴിയില്ല എന്നൊരിക്കലും ചിന്തിക്കരുത്. അത് നെഗറ്റീവായ ചിന്തയാണ്. നമുക്കേ ഇതിന് കഴിയൂ എന്ന് മാത്രം ചിന്തിക്കുക. ബാക്കിയെല്ലാം യൂണിവേഴ്സ്, അതായത് പ്രപഞ്ചശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിനെ നമുക്ക് ദൈവം എന്ന് വിളിക്കാം.